കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ താമസിച്ച കാര്യം പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ നമ്മൾ അടുത്തുള്ള ബെഞ്ചമാർക്ക് ടീ ഫാക്ടറി എന്നാണ് കേട്ടോ. ഇവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും ഉണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. വന്ന പാടെ തന്നെ ഡയറി മിൽക്കിൻ്റെ മാതൃകയിലുള്ള ഈ ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീസ് ഫ്രീ ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ കണ്ടത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. നമുക്ക് വല്ലാണ്ടൊന്നും കാണാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവരുടെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. Where our journey begins in lush cocoa farms. In these tropical plantations, cocoa trees flourish under the canopy of taller shade trees, creating a sustainable ecosystem. Farmers carefully harvest ripe cocoa pods by hand, ensuring the selection of premium quality beans. After harvesting, the beans undergo fermentation and drying, essential processes that develop the rich flavors characteristic of fine chocolate. Once the beans arrive at our factory, we meticulously roast them to enhance their unique flavor profile. മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ വീഡിയോ വഴി നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് കിട്ടിയ സാമ്പിളായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് നേരെ ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. ഇത് നമ്മുടെ റോ ആയിട്ടുള്ള തേയിലയായിരുന്നു. പിന്നെ വെറും 10 രൂപ മാത്രമാണ് ഇവർ ഇവിടെ ചാർജ് ആക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബാഡ്ജും കിട്ടും. പിന്നെ ഇവിടെ നിന്നും കാണുന്ന ഈ ഒരു വ്യൂ കണ്ട് നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് കയറാൻ പറ്റും. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ഈ ചേട്ടനോട് നമുക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടീ ഫാക്ടറിയും കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റും കാണാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഓരോ പ്രോസസ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പുറത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ചായ തികച്ചും ഫ്രീ ആണ്, അടിപൊളിയുമാണ്. അവിടെ നിന്നും നേരെ പോയത് കോട്ടേരി റൂട്ടിലേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് പോകുന്ന വഴിയിലെ ഒരു വ്യൂ പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു കോട്ടഗിരി എന്ന സ്ഥലത്തിനേക്കാളും പ്രധാനപ്പെട്ടതാക്കുന്നത് അവിടേക്ക് പോകുന്ന ഇത്തരം വഴിയിലെ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ടൗൺ എത്തിയപ്പോൾ നല്ല കേരള സ്റ്റൈൽ മീൽസും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഷോളൂർ റൂട്ടിലേക്കായിരുന്നു കേട്ടോ. അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു എന്ന് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പറഞ്ഞത് 100% ശരിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല നല്ല തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഷോളൂർ വ്യൂ പോയിൻ്റ്. പക്ഷേ അവിടെ എൻട്രൻസ് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ടൗണിൽ നിന്ന് തന്നെ പെർമിഷൻ വാങ്ങേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി വരുന്നവർ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഞങ്ങളെപ്പോലെ കുറേ പേര് അവിടെ വന്നിട്ട് മടങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്ര ഹൈറ്റിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്നത് എന്തെങ്കിലും നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന റൂട്ട് തന്നെയായിരുന്നു പല ടൂറിസ്റ്റ് പ്ലേസുകളും. അതിലൊന്നാമത്തെയായിരുന്നു ഷൂട്ടിംഗ് സ്പോട്ട്. പക്ഷേ ഞങ്ങൾക്ക് അന്നത്തെ തിരക്ക് കാരണം ഞങ്ങൾ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു കേട്ടോ. കൂടാതെ നല്ല വെയിലുമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു കേട്ടോ. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണിവ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.
വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.